ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ ഓണപരീക്ഷയുടെ ഗണിതത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ ചോദ്യപേപ്പറുകളൊക്കെ STD6 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇനി മറ്റ് വിഷയങ്ങളുടെ ക്ലാസ്സുകൾ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് വീഡിയോസ് വേണമെങ്കിൽ STD6 ന്യൂ സിലബസ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്, അതെടുത്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പ്രവർത്തനം 1, അതിലെ ചോദ്യം എ. ചിത്രത്തെക്കുറിച്ചുള്ള ചില പ്രസ്താവനകളാണ് ചുവടെയുള്ളത്. 1. വൃത്തത്തിൻ്റെ 2/5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 2. വൃത്തത്തിൻ്റെ 1/3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 3. വൃത്തത്തിൻ്റെ 2/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. 4. വൃത്തത്തിൻ്റെ 4/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. മുകളിലെ പ്രസ്താവനകളെക്കുറിച്ച് ശരിയായവ താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ ഇതിലെ ശരിയായ പ്രസ്താവന എങ്ങനെ കണ്ടുപിടിക്കാം? അതിനായിട്ട് നമ്മളിത് ചെയ്ത് നോക്കണം അല്ലേ. ആദ്യത്തേത് വൃത്തത്തിൻ്റെ 2/5 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കാം. അതിന് മുന്നേയായിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ കോണളവ് നമുക്ക് തന്നിട്ടുണ്ട് 144 ഡിഗ്രി. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ മുഴുവനായിട്ടുള്ള കോൺ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ 360 ഡിഗ്രിയിൽ എത്ര ഭാഗമാണ് ഈ 2/5 വരിക എന്ന് നോക്കുക. അതായത് 360നെ തുല്യമായിട്ടുള്ള 5 ഭാഗമാക്കി മാറ്റുക ആദ്യം. അപ്പോൾ 360 ഹരിക്കണം 5 ചെയ്യണം, സമം 72 അതിൽ 2 ഭാഗം എന്ന് പറയുമ്പോൾ എത്ര വരും? 72 2 തവണ വരും അല്ലേ. 72 കൂട്ടണം 72 144. അപ്പോൾ ഇത് ശരിയായിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. രണ്ടാമത്തേത് വൃത്തത്തിൻ്റെ 1/3 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ 360നെ 3 കൊണ്ട് ഹരിക്കുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 120 ഉത്തരം വരുന്നത്. 120 അല്ലല്ലോ, 144 അല്ലേ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതായത് 3-ൽ 1 എന്ന് പറയുമ്പോൾ 120 തന്നെ. അപ്പോൾ അത് തെറ്റാണ്. മൂന്നാമത്തേത് വൃത്തത്തിൻ്റെ 2/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതിനായിട്ട് വൃത്തത്തെ ആദ്യം 10 ഭാഗമാക്കണം. 360 ഹരിക്കണം 10 36. 36ൻ്റെ 2 ഭാഗം, അതായത് 36 ഗുണിക്കണം 2 അല്ലെങ്കിൽ 36 കൂട്ടണം 36. അപ്പോൾ 72. അപ്പോൾ 72 ഡിഗ്രി അല്ല ഷെയ്ഡിലുള്ളത്, 144. അതുകൊണ്ട് അത് തെറ്റാണ്. നാലാമത്തേത് വൃത്തത്തിൻ്റെ 4/10 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10 ഭാഗം എന്ന് പറയുമ്പോൾ ഒരെണ്ണം 36 ഡിഗ്രി വരും, അതിൽ 4. അപ്പോൾ 36 ഗുണിക്കണം 4 സമം 144 അല്ലേ. അതുകൊണ്ട് ഇതെന്താണ്? നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റും പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിൽ 1 മാത്രം ശരിയാണ്, 1, 4 എന്നിവ ശരിയാണ്, 1, 2 എന്നിവ ശരിയാണ്, 4 മാത്രം ശരിയാണ്. ഏതാ വരുന്നത്? 1, 4 എന്നിവ ശരിയാണ്. ഇനി ഇതിലെ ബി ചോദ്യം, ചുവടെയുള്ള രൂപം തന്നിരിക്കുന്ന അളവിൽ വരയ്ക്കുക. വളരെ എളുപ്പമാണ് മക്കളെ. അതിനായിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഒരു 6 സെൻറ്റിമീറ്ററിൽ സ്കെയിൽ എടുത്ത് ഒരു വര വരയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് പ്രൊട്രാക്ടറാണ്. പ്രൊട്രാക്ടറിൽ ഈ ഭാഗത്ത് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ വെച്ചിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് 90 ഡിഗ്രിയാണ്, അത് ലംബമാണെന്ന് അവിടെ കോണളവ് തന്നിട്ടുണ്ട്. അപ്പോൾ 90 ഡിഗ്രി വരയ്ക്കുക. വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, മുകളിലേക്ക് വരയ്ക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ മാത്രം വരയ്ക്കുക. 4 സെൻറ്റിമീറ്റർ വരയ്ക്കുക. പിന്നെ നമ്മൾ പ്രൊട്രാക്ടർ ആദ്യം വരച്ച വരയുടെ മറുഭാഗത്ത് വയ്ക്കുക. ആ അറ്റത്ത് വയ്ക്കുമ്പോൾ അവിടെ നിന്ന് പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി മാർക്ക് ചെയ്ത ശേഷം സ്കെയിലെടുത്ത് അതിൽ 4.5 സെൻറ്റിമീറ്റർ 4.5 സെൻറ്റിമീറ്റർ നീളത്തിൽ മുകളിലേക്ക് വരയ്ക്കുക. ആ 4 സെൻറ്റിമീറ്ററിൻ്റെയും 4.5 സെൻറ്റിമീറ്റർ നമ്മൾ കൂട്ടിയോജിപ്പിക്കുക. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. അതിൽ എ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ 48 ഘന സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ചതുരക്കട്ടയുടെ വശങ്ങളുടെ അളവുകൾ ഏതാണ്? അപ്പോൾ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സമവാക്യം എന്താണ്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ്. അപ്പോൾ നമുക്കിവിടെ നീളം വീതി ഉയരം അത് 3 തന്നിരിക്കുന്നത്. ഇതിൽ ഏത് 3 സംഖ്യകൾ ഗുണിക്കുമ്പോഴാണ് 48 വരുന്നതെന്ന് നോക്കുക. എ 4 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. 4 ഗുണിക്കണം 3 12. 12 ഗുണിക്കണം 3 36. തെറ്റാണ്. ബി 6 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ. 6 ഗുണിക്കണം 4 24. 24 ഗുണിക്കണം 2 48. അപ്പോൾ ബി ശരിയാണ് കേട്ടോ. വേണമെങ്കിൽ സിയും ഡിയും വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 6 ഗുണിക്കണം 4 24. 24 ഗുണിക്കണം 3 72. അപ്പോൾ അത് തെറ്റാണ്. നാലാമത്തേത് 4 ഗുണിക്കണം 4 ഗുണിക്കണം 4. 4 ഗുണിക്കണം 4 16. 16 ഗുണിക്കണം 4 64. അപ്പോൾ ബി ആണ് ശരിയായ ഉത്തരം. ഇതിലെ ബി ചോദ്യം, ചതുരപ്പെട്ടിയുടെ ആകൃതിയിലുള്ള ഒരു അക്വേറിയത്തിൻ്റെ അകത്തെ നീളം 50 സെൻറ്റിമീറ്റർ, വീതി 40 സെൻറ്റിമീറ്റർ, ഉയരം 25 സെൻറ്റിമീറ്റർ ആണ്. അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ നമുക്ക് അക്വേറിയത്തിൻ്റെ ഉള്ളളവാണ് കേട്ടോ കാണേണ്ടത്. ഉള്ളിലെ അളവാണ് തന്നിരിക്കുന്നത്, ഉള്ളിലെ വ്യാപ്തമാണ് നമുക്ക് കാണേണ്ടത്.
തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതാം. നീളം എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ, വീതി സമം 40 സെൻറ്റിമീറ്റർ, ഉയരം സമം 25 സെൻറ്റിമീറ്റർ. അപ്പോൾ ആകെ വ്യാപ്തം എന്തുവരും? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ്. അതായത് 50 ഗുണിക്കണം 40 ഗുണിക്കണം 25 സമം 50,000 ഘന സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 1000 ഘന സെൻറ്റിമീറ്റർ ആണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 50,000 ഘന സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ ആണ്? 50,000 ഹരിക്കണം 1000 സമം 50 ലിറ്റർ വെള്ളം കൊള്ളും. ഇനി ഇതിലെ സി ചോദ്യം, അക്വേറിയത്തിൽ 20 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വെള്ളം നിറയ്ക്കാൻ എത്ര ലിറ്റർ വെള്ളം വേണം? അപ്പോൾ ഇവിടെ എന്താണ്, ആദ്യം തന്നിരിക്കുന്നത് പോലെ തന്നെയാണ് വീതിയും നീളവും ഒക്കെ വരുന്നത്. പക്ഷേ ഉയരം മാത്രം മാറ്റമുണ്ട്. അതായത് പുതിയ ഉയരം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്, നീളം 50 സെൻറ്റിമീറ്റർ, വീതി 40 സെൻറ്റിമീറ്റർ. അപ്പോൾ വ്യാപ്തം എന്ന് പറയുന്നത് 50 ഗുണിക്കണം 40 ഗുണിക്കണം 20 സമം 40,000 ആണ്. അപ്പോൾ 40,000 ഘന സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി ഇതിൽ എത്ര ലിറ്റർ കൊള്ളുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിനെ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റാം. 40,000 ഹരിക്കണം 1000 സമം 40 ലിറ്റർ വെള്ളം കൊള്ളും. ചോദ്യം 3, അതിൽ നമുക്ക് ഓപ്ഷണൽ ചോദ്യമാണ്. 3A-യും 3B-യും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 3A നോക്കാം. അതിൽ A ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും നോക്കൂ. പ്രസ്താവന 1/3 15 ഛേദമായ ഭിന്നമാണ് 5/15. അത് ശരിയാണല്ലേ? കാരണം 1/3 നമുക്ക് ഛേദത്തെയും അംശത്തെയും 5 കൊണ്ട് ഗുണിച്ച് നോക്കൂ. 1 ഗുണിക്കണം 5 5 ആണ്, 3 ഗുണിക്കണം 5 15 ആണ്. അപ്പോൾ 5/15 എന്നത് 1/3 ഒരു മറ്റൊരു ഭിന്നരൂപമാണെന്ന് കിട്ടും. കാരണം 1/3 ഒന്നിനെയും 3നെയും 5 കൊണ്ട് ഗുണിച്ചാൽ 5/15 കിട്ടും. അത് ശരിയാണ് അല്ലേ? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ 1/3 ഒന്നിനെയും 3നെയും 5 കൊണ്ട് ഗുണിക്കുക. അപ്പോഴാണ് നമുക്ക് 5/15 കിട്ടുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രസ്താവനയും കാരണവും പരിശോധിച്ച് ചുവടെയുള്ളവയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. എ പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. ബി പ്രസ്താവനയും കാരണവും തെറ്റാണ്. സി പ്രസ്താവന തെറ്റാണ്, കാരണം ശരിയാണ്. ഡി പ്രസ്താവനയും കാരണവും ശരിയാണ്. നമ്മൾ പറഞ്ഞു പ്രസ്താവനയും കാരണവും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ശരിയായ ഉത്തരം. ഇതിലെ ബി ചോദ്യം, 1/3ൻ്റെയും 1/5ൻ്റെയും പല രൂപങ്ങളിൽ ഒരേ ഛേദമുള്ള 2 രൂപങ്ങൾ എഴുതുക. വളരെ എളുപ്പമാണ്. ഒരേ ഛേദമാക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? രണ്ടിൻ്റെയും ഛേദങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണിക്കണം. അതായത് 1/3നെ 1/5ൻ്റെ ഛേദമായ 5 കൊണ്ട് ഗുണിക്കുക. 1 ഗുണിക്കണം 5/3 ഗുണിക്കണം 5 സമം 5/15. 1/5നെ 1/3ൻ്റെ ഛേദമായ 3 കൊണ്ട് ഗുണിക്കുക. 1 ഗുണിക്കണം 3/5 ഗുണിക്കണം 3 സമം 3/15. അപ്പോൾ 5/15 അല്ലെങ്കിൽ 3/15 ഇതാണ് രണ്ടിൻ്റെയും ഛേദം തുല്യമായ മറ്റൊരു രൂപം വരുന്നത്. ഇതിലെ ചോദ്യം സി, 52 കിലോഗ്രാം അരി 8 പാക്കറ്റുകളിൽ ഒരേപോലെ നിറച്ചാൽ ഓരോ പാക്കറ്റിലും എത്ര കിലോഗ്രാം അരി ഉണ്ടാകും? തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതാം. ആകെ അരിയുടെ അളവ് 52 കിലോഗ്രാം ആണ്. പാക്കറ്റുകളുടെ എണ്ണം വരുന്നത് 8 എണ്ണമാണ്. 8 എണ്ണം വീതമുള്ള പാക്കറ്റുകളിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിലെ അരിയുടെ അളവ് എത്രയായിരിക്കും? 52 ഹരിക്കണം 8 സമം 6 കിലോഗ്രാം ആയിരിക്കും. ശിഷ്ടം എന്ത് വരുന്നുണ്ട് മക്കളെ? 4 അല്ലേ? ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതുമ്പോൾ നമുക്ക് 6 4/8 എന്നാണ് വരുന്നത്. 4/8നെ ചെറുതാക്കി എഴുതാം. 4നെയും 8നെയും 4 കൊണ്ട് ഹരിച്ചാൽ 1/2 എന്ന് വരും. അതായത് 6 1/2. അപ്പോൾ ഓരോ പാക്കറ്റിലും 6.5 കിലോഗ്രാം അരി കൊള്ളും. ഇതിലെ 3B, അതായത് ഓരോ ക്വസ്റ്റ്യനിലെ 3B നോക്കാം. ചോദ്യം എ കോളത്തിലുള്ളതിൻ്റെ മറ്റൊരു രൂപമാണ് ബി കോളത്തിലുള്ളത്. ഇവ ശരിയായി യോജിപ്പിച്ചത് താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യം എ കോളത്തിലുള്ളത് 5/6 5/6, ബി 3/4, സി 2/3. ബി കോളത്തിലുള്ളത് 1 9/12, 2 8/12, 3 10/12. അപ്പോൾ എ കോളത്തിലുള്ളതിൻ്റെ വലിയ രൂപം, ഭിന്നസംഖ്യയുടെ മറ്റൊരു രൂപമാണ് ബി കോളത്തിലുള്ളത് കേട്ടോ. നോക്കൂ, 5/6നെ നമുക്ക് ആദ്യം വലുതാക്കി എഴുതാം. അപ്പോൾ എല്ലാത്തിൻ്റെയും ബി കോളത്തിലുള്ള എല്ലാത്തിൻ്റെയും എന്താണ് ഛേദം വരുന്നത്? 12 ആണ്. അതുകൊണ്ട് നമുക്കിതിൽ 12 ഛേദമാക്കാൻ എന്ത് ചെയ്താൽ മതി എന്ന് നോക്കിയാൽ മതി. 5/6നെ 6നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 വരുന്നത്? 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അല്ലേ? അപ്പോൾ 2 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. 5 ഗുണിക്കണം 2 10 ആണ്. 6 ഗുണിക്കണം 2 12 ആണ്. അപ്പോൾ 10/12 ആണ് ഇതിൻ്റെ മറ്റൊരു രൂപം. അതായത് ഓപ്ഷൻ നോക്കൂ, 3 ബിയിലെ 3ലേക്കാണ് വരുന്നത്. ഇനി എ കോളത്തിലെ ബി 3/4.
3/4 4നെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12 വരുന്നത്? 4 ഗുണിക്കണം 3 ചെയ്യുമ്പോഴാണ്. അപ്പം അംശത്തെയും ഛേദത്തെയും 3 കൊണ്ട് ഗുണിക്കുക. 3 ഗുണിക്കണം 3 9 4 ഗുണിക്കണം 3 12 അപ്പോൾ 9/12, അതായത് 1 ഒന്നാമത്തിലേക്കാണ് വരുന്നത്. സി 2/3, 3നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12. അപ്പോൾ 2നെയും 3നെയും 4 കൊണ്ട് ഗുണിക്കുക. 2 ഗുണിക്കണം 4 8, 3 ഗുണിക്കണം 4 12. അപ്പോൾ 2 8/12 രണ്ടാമത്തേതാണ് ശരിയായ ഉത്തരം. അപ്പോൾ ഇതെങ്ങനെയാണ് ശരിയായി വരുന്നത്? എ 3, ബി 1, സി 2. അപ്പോൾ ഇത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഇതിലെ ബി ചോദ്യം 45/84, 32/72 എന്നിവയുടെ ലഘുരൂപം കണക്കാക്കുക. ലഘുരൂപം കണക്കാക്കാൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പൊതുവായ ഘടകം ഏതാണോ അതിനെ കൊണ്ട് രണ്ടിനെയും ഹരിച്ചാൽ മതി. ആദ്യം നമുക്ക് 45/54 നോക്കാം. 45ലും 54ലും നമുക്ക് 9 കൊണ്ട് പൊതുവായി ഹരിക്കാം അല്ലേ? 45 ഹരിക്കണം 9 5, 54 ഹരിക്കണം 9 6. അപ്പം 5/6 ഇതിൻ്റെ ലഘുരൂപം. ഇനി 32/72, രണ്ടിൻ്റെയും പൊതുവായ ഘടകം 8. 32 ഹരിക്കണം 8 4, 72 ഹരിക്കണം 8 9. സോ 4/9 ലഘുരൂപം വരുന്നത്. ഇതിലെ ചോദ്യം സി 20 ലിറ്റർ വെളിച്ചെണ്ണ ഒരുപോലെയുള്ള 6 കുപ്പികളിൽ ഒഴിച്ചാൽ ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ വെളിച്ചെണ്ണ ഉണ്ടാകും? തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ആകെ വെളിച്ചെണ്ണ 20 ലിറ്ററാണ്, കുപ്പികളുടെ എണ്ണം 6. അപ്പോൾ ഒരു കുപ്പിയിലെ വെളിച്ചെണ്ണ കാണാൻ 20/6 ചെയ്താൽ മതി. 20നെ നമുക്ക് 6 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര വരും? ഒന്നുകിൽ നിങ്ങൾക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ. 20നെ 6 കൊണ്ട് ഹരിച്ചാൽ 3, 3 ഗുണിക്കണം 6 18, 20 കുറയ്ക്കണം 18. 20നെ 6 കൊണ്ട് ഹരിച്ചാൽ 3, 3 ഗുണിക്കണം 6 18, 20 കുറയ്ക്കണം 18 2. അപ്പോൾ 3 2/6. 2/6നെ നമുക്ക് ചെറുതാക്കി എഴുതാം. രണ്ടിനെയും 2 കൊണ്ട് ഹരിച്ചാൽ 1/3 എന്ന് വരും. അപ്പോൾ 3 1/3 ലിറ്ററാണ് ഒരു കുപ്പിയിൽ കൊള്ളുന്ന വെളിച്ചെണ്ണ. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. 80 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയും 25 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരപാത്രത്തിൽ പകുതി ഭാഗം വെള്ളമുണ്ട്. ഇതിലേക്ക് 20 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരക്കട്ട താഴ്ത്തുന്നു. ചോദ്യം എ, പാത്രത്തിൻ്റെ ഉള്ളളവ് എത്ര? ഉള്ളളവ് എന്ന് പറയുമ്പോൾ വ്യാപ്തമാണ് കാണേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്? പാത്രത്തിൻ്റെ നീളം സമം 80 സെൻറ്റിമീറ്റർ, വീതി സമം 20 സെൻറ്റിമീറ്റർ, ഉയരം സമം 25 സെൻറ്റിമീറ്റർ. വ്യാപ്തം സമം നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ്. അതായത് 80 ഗുണിക്കണം 20 ഗുണിക്കണം 25 സമം 40,000 ഘന സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വ്യാപ്തം. ചോദ്യം ബി, സമചതുരക്കട്ടയുടെ വ്യാപ്തം എത്ര? അതായത് ഇതിലേക്ക് നമ്മൾ ഇറക്കി വെക്കുന്ന സമചതുരക്കട്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ വശം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ ആണ്. സമചതുരമായതുകൊണ്ട് അതിൻ്റെ വ്യാപ്തം കാണാൻ എളുപ്പമാണ്. 20 ഗുണിക്കണം 20 ഗുണിക്കണം 20 സമം 8000 ഘന സെൻറ്റിമീറ്റർ ആണ്. ചോദ്യം സി, സമചതുര പാത്രത്തിലെ വെള്ളത്തിൽ സമചതുരക്കട്ട താഴ്ത്തിയപ്പോൾ എത്ര സെൻറ്റിമീറ്റർ വെള്ളം ഉയർന്നു? അപ്പോൾ സമചതുരക്കട്ട താഴ്ത്തുന്ന സമയത്ത് ഉയരുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ സമചതുരക്കട്ടയുടെ വ്യാപ്തത്തിന് തന്നെ തുല്യമായിരിക്കും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഉയരുന്ന വെള്ളത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് പാത്രത്തിൻ്റെ അടിത്തറയുടെ പരപ്പളവ് ഗുണിക്കണം ഉയർന്ന ഉയരം. എത്ര വെള്ളമാണോ ഉയർന്നത് ആ ഉയരം. 8000 സമം 80 ഗുണിക്കണം 20 ഗുണിക്കണം ഉയരം, അതായത് വെള്ളം ഉയരുന്ന ഉയരം. 8000 സമം 1600 ഗുണിക്കണം ഉയരം. അപ്പോൾ ഉയരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഉയരം, വെള്ളം ഉയർന്ന ഉയരം എന്ന് പറയുന്നത് 8000 ഹരിക്കണം 1600 സമം 5 സെൻറ്റിമീറ്റർ ആണ്. ഇതിലെ ഡി ക്വസ്റ്റ്യൻ, വ്യാപ്തവുമായി ബന്ധപ്പെട്ട് സീൻ എഴുതിയ ചില പ്രസ്താവനകൾ ചുവടെ തന്നിരിക്കുന്നു. പ്രസ്താവന 1, ഒരു ചതുരക്കട്ടയുടെ നീളം മാത്രം 2 മടങ്ങായാൽ വ്യാപ്തം 4 മടങ്ങായി വർദ്ധിക്കും. അപ്പോൾ നമുക്കിത് പറയുമ്പോൾ തന്നെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുകൂടെ പറയാം. നമുക്കാദ്യം വ്യാപ്തവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വ്യാപ്തം എന്ന് പറഞ്ഞാൽ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അപ്പോൾ ഇതിൻ്റെ നീളം മാത്രം 2 മടങ്ങായാൽ വ്യാപ്തം 4 മടങ്ങാവുമോ? ഇല്ല, വ്യാപ്തം 2 മടങ്ങേ ആവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രസ്താവന, ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം ഇരട്ടിക്കണമെങ്കിൽ നീളവും ഉയരവും മാറാതെ വീതി 4 മടങ്ങാവണം. അവിടെ വ്യാപ്തം ഇരട്ടിക്കുക എന്ന് പറഞ്ഞാൽ 2 മടങ്ങാവുക എന്ന് തന്നെയാണ് അല്ലേ അർത്ഥം. അപ്പം നീളവും ഉയരവും മാറാതെ വീതി 4 മടങ്ങായാൽ നമ്മുടെ വ്യാപ്തവും 4 മടങ്ങായിട്ട് മാറും. അതായത് ഇരട്ടിക്കുകയല്ല, 4 മടങ്ങാവുകയാണ് ചെയ്യുന്നത്. പ്രസ്താവന 3 നോക്കൂ. ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം 4 മടങ്ങാകണമെങ്കിൽ വീതി, നീളം, ഉയരം എന്നിവയിൽ ഏതെങ്കിലും 2 ഇരട്ടിക്കണം. 4 മടങ്ങാവുക എന്ന് വെച്ചാൽ 2 ഗുണിക്കണം 2. അപ്പോൾ 3 അളവുകളിൽ ഏതെങ്കിലും 2 ഇരട്ടിയായാൽ വ്യാപ്തം എന്താവും?
4 മടങ്ങാവും. അപ്പോൾ ആ പ്രസ്താവന എന്താണ്? ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന. 4 ഒരു ചതുരക്കട്ടയുടെ നീളവും വീതിയും ഉയരവും 2 മടങ്ങാക്കിയാൽ വ്യാപ്തം 8 മടങ്ങാവും. അപ്പോൾ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം, അതായത് 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 ഇരട്ടിക്കുക എന്ന് വെച്ചാൽ 3 ഇരട്ടിയായി. അപ്പോൾ 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 സമം എത്രയാണ്? 8 ആണ്. അപ്പോൾ വ്യാപ്തം 8 മടങ്ങാവും അല്ലേ? അപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും പ്രസ്താവന ശരിയാണ് കേട്ടോ. ഈ പ്രസ്താവനകളെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏത് എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. 1 3 ശരി, 3 4 ശരി, 2 3 ശരി, 1 2 ശരി. നമ്മൾ പറഞ്ഞു 3ഉം 4ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ളത്. പ്രവർത്തനം 5 അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. 5ാമത്തെ ചോദ്യത്തിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, എയും ബിയും. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. ആദ്യം നമുക്ക് 5A നോക്കാം. അതിൽ എ ക്വസ്റ്റ്യൻ. 2 വട്ടങ്ങൾ നമുക്ക് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ വട്ടങ്ങളിലെ ഷെയ്ഡ് ചെയ്ത ഭാഗങ്ങൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ഭാഗത്തെ സൂചിപ്പിക്കുന്നത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്പോൾ ഒന്നാമത്തെ വട്ടം 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗത്തിന് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, അതായത് 1/3. രണ്ടാമത്തേത് 12 ഭാഗങ്ങളിൽ 5 ഭാഗത്തിന് നിറം കൊടുത്തിട്ടുണ്ട്, അതായത് 5/12 കേട്ടോ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കൂ. 1/3 കൂട്ടണം 5/12 സമം 6/12. 1/3 കൂട്ടണം 5/12 സമം 9/12. 1/3 കൂട്ടണം 5/12 സമം 5/12 15. 1/3 കൂട്ടണം 5/12 സമം 6/15. അപ്പോൾ ഇതെങ്ങനെയാണ് മക്കളെ ചെയ്യുന്നത്? സിമ്പിളാണ്. ഇവിടെ നമുക്ക് അംശവും ഛേദവും വ്യത്യസ്തമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ഛേദം തുല്യമാക്കണം. അപ്പോൾ 1/3 ഛേദം ആദ്യം നമുക്ക് തുല്യമാക്കാം, 12 ആക്കി മാറ്റാം, 12 ആക്കി മാറ്റാം. അപ്പോൾ 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 ആവില്ലേ? അപ്പോൾ അംശവും ഛേദവും നമുക്ക് 4 കൊണ്ട് ഗുണിച്ചാൽ മതി. 1 ഗുണിക്കണം 4/3 ഗുണിക്കണം 4 സമം 4/12. അപ്പോൾ 1/3 ഉള്ളത് എന്തായി? 4/12 ആയി. ഇനി കൂട്ടാൻ എളുപ്പമല്ലേ? 4/12 കൂട്ടണം 5/12 സമം അംശങ്ങൾ തമ്മിൽ കൂട്ടുക. 4 കൂട്ടണം 5/12 സമം 9/12. അപ്പോൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇതിലെ ബി ചോദ്യം. 4.5 ലിറ്റർ വീതം ഉള്ളളവുള്ള 2 കുപ്പികളുണ്ട്. അതിലൊന്നിൽ 3.5 ലിറ്റർ പാലും രണ്ടാമത്തേതിൽ 2.25 ലിറ്റർ പാലുമുണ്ട്. ഇതിൽ ഒരു കുപ്പിയിലെ പാൽ മറ്റേ കുപ്പി നിറയുന്നത് വരെ ഒഴിച്ചു. ഇപ്പോൾ പാലിൻ്റെ അളവ് കുറവുള്ള കുപ്പിയിൽ എത്ര ലിറ്റർ പാലുണ്ട്? അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. കുപ്പികളുടെ ആകെ ശേഷി എന്ന് പറയുന്നത് 4.5 ലിറ്റർ ആണ്. ഒന്നാമത്തെ കുപ്പിയിലുള്ള പാലെന്ന് പറയുന്നത് 3.5 ലിറ്റർ ആണ്. രണ്ടാമത്തെ കുപ്പിയിലെ പാലെന്ന് പറയുന്നത് 2.25 ലിറ്റർ, അതായത് 2/3/4 ലിറ്റർ. ഇനി ഒന്നാമത്തെ കുപ്പി നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പാൽ എത്രയാണ്? 4.5 ലിറ്റർ ആണ്. അതിൽ 3.5 ലിറ്റർ ഉണ്ട്. അപ്പോൾ 4.5 കുറയ്ക്കണം 3.5 സമം 1 ലിറ്റർ കൂടെ വേണം. രണ്ടാമത്തെ കുപ്പിയിൽ നിന്ന് ഒന്നാമത്തെ കുപ്പിയിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചാലോ? അപ്പോൾ ഒന്നാമത്തെ കുപ്പി നിറയാൻ 1 ലിറ്റർ പാല് വേണം 2.25 നിന്ന്. ബാക്കി രണ്ടാമത്തെ കുപ്പിയിൽ നിന്ന് 1 ലിറ്റർ പാല് മാറ്റിയാൽ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 1.25 ഉണ്ടായിരിക്കും അല്ലേ? അതായത് 2.25 കുറയ്ക്കണം 1 സമം 1/3/4, അല്ലെങ്കിൽ 1.25 ലിറ്റർ പാലുണ്ട്. അപ്പോൾ എന്താ മക്കൾ ഉത്തരം? പാലിൻ്റെ അളവ് കുറവുള്ള കുപ്പിയിൽ ഇപ്പോൾ 1.25 ലിറ്റർ പാല് ഉണ്ട്. ഇനി ഇതിലെ 5B ഓർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ എ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്നിന് തുല്യമല്ലാത്തത് ഏത്? 1/2 കൂട്ടണം 1/4 കൂട്ടണം 1/4. നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ആദ്യം ചെയ്യാം. ആദ്യം നമുക്ക് 1/4ഉം 1/4ഉം കൂട്ടാം, കാരണം അതിൻ്റെ ഛേദം രണ്ടും തുല്യമാണ്. അപ്പോൾ കൂട്ടാൻ സുഖമാണ്, അംശങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിയാൽ മതി. സമം 2/4 ആണ്. പിന്നെ 2/4ഉം ഈ 2/4 നമുക്ക് വേണമെങ്കിൽ 1/2 ചെറുതാക്കി എഴുതാം അല്ലേ? അപ്പോൾ 1/2 കൂട്ടണം ബാക്കിയുള്ള 1/2 സമം എത്രയാണ്? 1. അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ് കേട്ടോ. ഇനി ഓപ്ഷൻ ബി 1/2 കൂട്ടണം 1/3 കൂട്ടണം 1/6 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് പൊതുവായിട്ട് 2ഉം 3ഉം 6ഉം ആണ് ഛേദങ്ങൾ വരുന്നത്. അപ്പോൾ 2നെയും 3നെയും, അതായത് 1/2നെയും 1/3നെയും നമുക്ക് ഛേദം 6 ആക്കി വരുന്ന രീതിയിലേക്ക് ആദ്യം മാറ്റി എഴുതാം. 1/2നെ നമുക്ക് മുകളിലും താഴെയും 3 കൊണ്ട് ഗുണിച്ചാൽ 3/6 എന്ന് വരും. 1/3നെ നമുക്ക് മുകളിലും താഴെയും 2 കൊണ്ട് ഗുണിച്ചാൽ 2/6 എന്ന് വരും. പിന്നെ 1/6. അപ്പോൾ 3/6 കൂട്ടണം 2/6 കൂട്ടണം 1/6 എന്ന് വരും. സമം ഛേദങ്ങളൊക്കെ തുല്യമായി. ഇനി അംശം മാത്രം കൂട്ടിയാൽ മതി. 3 കൂട്ടണം 2 കൂട്ടണം 1 സമം 6 അപ്പോൾ 6/6 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1. അതിന് ഉത്തരവും 1. ഇനി മൂന്നാമത്തേത് നോക്കൂ. 3/4 കൂട്ടണം 1/8 കൂട്ടണം 1/8. ആദ്യം 1/8ഉം 1/8ഉം കൂട്ടി നോക്കാം. ഛേദങ്ങൾ തുല്യമാണ്, അപ്പോൾ അംശം മാത്രം കൂട്ടിയാൽ മതി. 2/8. 2/8നെ നമുക്ക് ചെറുതാക്കി എഴുതാം, 1/4 എന്ന് എഴുതാം. ഇനി ബാക്കിയുള്ള 3/4 കൂടെ കൂട്ടാം. 1/4 കൂട്ടണം 3/4 സമം 4/4 ആണ്, സമം 1. അപ്പോൾ മൂന്നാമത്തേതും എന്താണ്? ശരിയാണ്.
ഇനി എന്താണ് മൂന്നാമത്തേതും ഉത്തരം 1 തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി ഡി 1/2 കൂട്ടണം 1/3 കൂട്ടണം 1/4 ഇതിൽ നമുക്ക് പൊതുവായിട്ടുള്ള ഛേദം വരുന്നത് 2, 3, 4 എന്നീ ഗുണന പട്ടികയിൽ എടുത്തു നോക്കുമ്പോൾ നമുക്ക് പൊതുവായിട്ട് 3 കൊണ്ടും ഗുണിതം വരുന്നത് 12 അപ്പോൾ നമുക്ക് ആദ്യം 1/2 12 ഛേദം വരുന്ന രീതിക്ക് മാറ്റാം. അതായത് 6 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6/12 വരും. പിന്നെ 1/3 4 കൊണ്ട് അംശവും ഛേദവും ഗുണിച്ചാൽ 12 വരും. അപ്പോൾ കൂട്ടണം 4/12. 1/4 എന്നുള്ളത് എന്താവും? 3 കൊണ്ട് ഗുണിച്ചാൽ 3/12 എന്ന് വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടാം. 6/12 കൂട്ടണം 4/12 കൂട്ടണം 3/12 സമം 13/12 13/12 എന്നതിന് നമുക്ക് 13 12 കൊണ്ട് ഹരിച്ചാൽ 1/12 എന്നാണ് വരിക. അപ്പോൾ ഇതിൻ്റെ തുക 1-നേക്കാട്ടിലും കൂടുതലാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. നമ്മുടെ ചോദ്യം അതല്ലേ, 1 തുല്യമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഡി ആണ് കേട്ടോ ശരിയായിട്ടുള്ളത്. ഇനി ഇതിലെ ബി ചോദ്യം, അഖിലിൻ്റെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്. ഒരു ദിവസം രാവിലെ 6.5 ലിറ്റർ പാലും വൈകിട്ട് 5.25 ലിറ്റർ പാലും കിട്ടി. അന്ന് 2 നേരവും കൂടി 10.5 ലിറ്റർ പാൽ സൊസൈറ്റിയിൽ കൊടുത്തു. ബാക്കി വീട്ടാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചു. എങ്കിൽ വീട്ടാവശ്യങ്ങൾക്ക് എടുത്തത് എത്ര ലിറ്ററാണ്? തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എഴുതാം. ആദ്യം നമുക്ക് ആകെ കിട്ടിയ പാലിൻ്റെ അളവ് നോക്കാം. രാവിലെ കിട്ടിയ പാൽ സമം 6.5 ലിറ്ററാണ്. വൈകുന്നേരം കിട്ടിയത് സമം 5.25 ലിറ്ററാണ്. എങ്കിൽ ആകെ കിട്ടിയ പാൽ എന്ന് പറയുന്നത് 6/1/2 അല്ലെങ്കിൽ 6.5 കൂട്ടണം 5.25 സമം 6.5 നമുക്ക് 6 + 1/2 എന്നും 5 3/4 5.25 നമുക്ക് 5 കൂട്ടണം 3/4 എന്നും എഴുതാം. അപ്പോൾ 6 കൂട്ടണം 5 ആദ്യം ചെയ്യുക. പിന്നെ 1/2 കൂട്ടണം 3/4. ഇവിടെ 1/2നെയും 3/4നെയും നമുക്ക് തുല്യ ഛേദമാക്കി മാറ്റാം. അതായത് 1/2 അംശവും ഛേദവും 2 കൊണ്ട് ഗുണിച്ചാൽ ഛേദം തുല്യമാവും. അപ്പോൾ 1/2 എന്നുള്ളത് 2/4 ആവും. 2/4 കൂട്ടണം 3/4 സമം എത്രയാണ്? 5/4 സമം 11/5/4. 11/5/4നെ നമുക്ക് എന്തെഴുതാം? 5/4 എന്ന് മിശ്രഭിന്നത്തിൽ നിന്ന് മാറ്റി എഴുതുമ്പോൾ നമുക്ക് 5 ഹരിക്കണം 4 1/4 എന്ന് വരും കേട്ടോ. അപ്പോൾ 11 കൂട്ടണം 1/4 സമം 12/4 അല്ലെങ്കിൽ 12.25 ലിറ്ററാണ്. ഇനി വീട്ടാവശ്യത്തിനായി ബാക്കി വന്ന പാൽ എങ്ങനെ കാണാം? സൊസൈറ്റിയിലേക്ക് കൊടുത്ത പാൽ സമം 10.5 ലിറ്ററാണ്. ആകെ കിട്ടിയ പാൽ സമം 12.25 ലിറ്ററാണ്. അപ്പോൾ വീട്ടാവശ്യങ്ങൾക്ക് എടുത്തത് സമം 12/1/4 കുറയ്ക്കണം 10/1/2. ഇവിടെ നമുക്ക് 12/1/4നെ 12 കൂട്ടണം 1/4 എന്നും 10/1/2നെ 10/1/2 10 കൂട്ടണം 1/2 എന്നും എഴുതാം. ഇനി നമുക്ക് തമ്മിൽ കുറച്ച് നോക്കാം. 12 കുറയ്ക്കണം 10 ആദ്യം ചെയ്യുക. കൂട്ടണം 1/4 കുറയ്ക്കണം 1/2. 1/2നെ നമുക്ക് 2/4 എന്ന് മാറ്റി എഴുതാം. ഇവിടെ 12 നിന്ന് 10 കുറച്ചപ്പോൾ 2 ആയിരുന്നു. പിന്നെ 1/4 നിന്ന് നമുക്ക് 2/4 അല്ലെങ്കിൽ 1/2 അങ്ങനെ തന്നെ എഴുതാം. 1/2 നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആദ്യം ഈ 2ൽ നിന്ന് ബാക്കിയുള്ള 2ൽ നിന്ന് ആദ്യം ഒരു 1/2 നമുക്ക് കുറച്ച് നോക്കാം. അപ്പോൾ 2ൽ നിന്ന് 1/2 അല്ലെങ്കിൽ 2/4 പോയ ബാക്കി എത്രയാണ് മക്കളെ? 1.5 ഉണ്ട് അല്ലേ? ബാക്കി 1.5 ഉണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കൂടെ ഇല്ല ഇവിടെ. ആ 1/4 നമുക്ക് കൂട്ടാം. അപ്പോൾ 1.5ലേക്ക് 1/4 കൂട്ടിയാൽ അല്ലെങ്കിൽ 1/2ലേക്ക് 1/4 കൂട്ടിയാൽ ബാക്കി 1/4 ആവും. അപ്പോൾ വീട്ടാവശ്യങ്ങൾക്കായിട്ട് എടുത്തത് 1/4 ലിറ്റർ പാലാണ്. ഇതിലെ ബി ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്ന ചിത്ര പാറ്റേൺ വരയ്ക്കുക, ഷെയ്ഡ് ചെയ്ത് ഭംഗിയാക്കുക. ഈ ചിത്രം നമ്മൾ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ടിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയങ്ങളുള്ള മക്കൾ എന്ത് ചെയ്യുക? നമ്മളുടെ ആ പാഠഭാഗം ഉണ്ടല്ലോ, ആ പാഠഭാഗം ഒന്നുകൂടെ വീഡിയോ കാണുക. അതിൽ പലതരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്നതുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക കേട്ടോ. ഇതിലെ അടുത്ത ചോദ്യം, സി ക്വസ്റ്റ്യൻ, വൃത്തത്തിലെ 1/6 ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ കോണളവ് ചുവടെ കൊടുത്തവയിൽ ഏതാണ്? എ 360 ഗുണിക്കണം 6, ബി 360 ഹരിക്കണം 6, സി 180 ഹരിക്കണം 6, ഡി 90 ഹരിക്കണം 3. എളുപ്പമാണ് മക്കളെ. ഇതെങ്ങനെയാണ് കാണുന്നത്? ഒരു വൃത്തത്തിന്റെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അത് നമുക്കറിയാം അല്ലേ? ഇവിടെ വൃത്തത്തെ 1 2 3 4 5 6 തുല്യമായിട്ടുള്ള ഭാഗങ്ങളാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഭാഗത്തിൻ്റെ, അതായത് ഷെയ്ഡ് ചെയ്ത ഈ ഭാഗത്തിൻ്റെ കേന്ദ്ര കോണളവാണ് നമുക്ക് കാണേണ്ടത്. അതിൻ്റെ കോൺ എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എളുപ്പമല്ലേ? ആകെ കോണളവിനെ തുല്യമായിട്ടുള്ള 6 ഭാഗങ്ങളാക്കിയാൽ മതി. അതായത് ആകെ 360നെ ഹരിക്കണം 6 ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കോണളവ് എത്രയാണെന്ന് കിട്ടും. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചോദ്യപേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ, ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കിട്ട് നമ്മുടെ ക്ലാസ്സും ഷെയർ ചെയ്യുക. അതുപോലെ 6ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യപേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്